നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രതിസന്ധികൾ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാന് എന്തെങ്കിലുമൊക്കെ വഴിപാട് നേരും, അല്ലേ? ഈശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടത് ഭക്തി ആദരപൂർവ്വം നമ്മൾ സമർപ്പിക്കുന്നതാണ് ഈ വഴിപാട്. ഈശ്വരൻ ഓരോ വഴി തുറന്നു തരും. അത് ചിലപ്പോൾ പലവിധ സന്ദർഭങ്ങളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാത്ത മനുഷ്യരിലൂടെയോ ആയിരിക്കും. അങ്ങനെയാണ് ഈശ്വരൻ നമ്മളെ സഹായിക്കുക. തീർച്ചയായിട്ടും ഈശ്വരൻ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കൂടെയുണ്ടാകും. അത് പരമാർത്ഥമായ ഒരു കാര്യമാണ്. ഓരോ പാത നമുക്കായി തുറന്നു തരും. അതുകൊണ്ട് സർവശക്തനായ ഈശ്വരനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക. പല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നേരാറുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വഴിപാടുകൾ മറന്നുപോകും. പിന്നീട് അത് ഓർത്തെടുക്കാനും സാധിച്ചെന്ന് വരില്ല. പിന്നീട് എപ്പോഴെങ്കിലും ജ്യോതിഷന്മാരെ സമീപിക്കുമ്പോഴായിരിക്കും വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക, അല്ലേ? ചിലപ്പോൾ ഏത് വഴിപാടാണ് ചെയ്യാതിരുന്നതെന്ന് തന്നെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ മുടങ്ങിക്കിടന്ന വഴിപാടുകൾ ഏതെന്നും ഏത് ക്ഷേത്രത്തിലേക്കാണെന്നും മറന്നുപോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പണം, തെറ്റുപണം എന്ന സങ്കല്പത്തിൽ 3 തവണ ഒഴിഞ്ഞ് കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കാം. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണ മന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സമർപ്പണ മന്ത്രവും ജപിക്കണം. ഇനി ഏത് ക്ഷേത്രത്തിലേക്കാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ഷമാപണ മന്ത്രം ഞാനിവിടെ പറയാം. ഓം കരചരണാകൃതം വായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേതേത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. സമർപ്പണ മന്ത്രം പറയാം. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മന വാ പ്രകൃത്യേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. ജയ നാരായണയേതി സമർപ്പയാമി. ഓം നമോ നാരായണായ നമഃ. ഓം നമഃ ശിവായ.